ലിംഗത്തിൻ്റെ രുചി എന്താണ്? ഇത് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ചിലരൊക്കെ അത് വെറുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സൺ അനുസരിച്ചും ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് അവരുടെ പേഴ്സണൽ ഹൈജീൻ അനുസരിച്ച് ചിലപ്പോൾ നല്ല വൃത്തിയുള്ള ആൾക്കാരുടെ മണമോ അല്ലെങ്കിൽ രുചിയോ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലാത്തുള്ളവർ ഡർട്ടി ആയിരിക്കും. അതുപോലെ തന്നെ ആണ് അവർ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും അതുപോലെ അവരുടെ ചുറ്റുപാടും ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആ ടേസ്റ്റ് വരുന്നതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. സ്വീറ്റ് ആയിരിക്കോ, സോൾട്ട് ആയിരിക്കോ, മെറ്റാലിക് ആണോ, ഷാർപ്പാണോ? സോൾട്ട് നോക്കാം. നിങ്ങൾ അപ്രൈറ്റ് സപ്ലിമെൻറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്രൈറ്റ് ലിംഗത്തിന് ഇങ്ങനെ തന്നെ കുറേ നേരം നിൽക്കാനും ഉദ്ധാരണം കൂടുതൽ നേരം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ്. മാൻഷുറിൻ്റെ ആണ് കേട്ടോ ഈ അപ്രൈറ്റ് സപ്ലിമെൻറ്റ്. ഇത് ലിംഗത്തിലേക്ക് നല്ലൊരു ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കുകയും കൂടുതൽ നേരം ഉദ്ധാരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ഉദ്ധാരണ ശേഷി ഇല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സപ്ലിമെൻ്റാണ്. അതുമാത്രമല്ല ബോഡിയുടെ എനർജി കൂട്ടാനും ഇതിലെ മഗത്വച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ ശിലാജിത്ത് നിങ്ങളുടെ നാച്ചുറൽ എനർജി ബൂസ്റ്ററാണ്, സ്റ്റാമിന ബൂസ്റ്ററാണ്. മാത്രമല്ല നിങ്ങളുടെ സ്ട്രെസ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്, ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്സ്യൂള് മെൻ്റൽ ഹെൽത്ത് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈംഗിക ഹെൽത്ത് നോക്കുന്നുണ്ട്. മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഉദാഹരണം നിലനിൽക്കാത്തവർക്കും ഇത് കഴിക്കുന്നതിലൂടെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഫൈനലി അഗാർക്കര, ഇത് നിങ്ങളുടെ ബീജത്തിൻ്റെയൊക്കെ കൗണ്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങളുടെ ലിംഗ ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. കൂടുതൽ നിങ്ങളുടെ ലൈംഗിക ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. 2 നേരം കഴിക്കുക, രാവിലെയും വൈകുന്നേരമായിട്ട് ഭക്ഷണത്തിന് ശേഷം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് കഴിക്കാവോ, കഴിക്കാതിരിക്കാൻ പറ്റുമോ, എന്താണ് ഇതിൻ്റെ കഴിക്കുന്നതിന് ഗുണം? നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാൻഷൂർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ തരുന്നുണ്ട്. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ലിങ്കും ക്യാപ്സൂൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ആ ലിങ്കിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ജനറലി ഒരു വാം സാൾട്ടി ടേസ്റ്റ് ആണ് ലിംഗത്തിനെന്ന് പറയുന്നുണ്ട്. കുറേ സർവേ ഒക്കെ എടുത്തതിൽ സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത് അവോക്കാഡോൻ്റെ ടേസ്റ്റും ഉണ്ടെന്നാണ്. ബട്ടറിൻ്റെ അവോക്കാഡോൻ്റെ ടേസ്റ്റും ഉള്ളതായിട്ട് കൂടുതൽ പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലിംഗത്തിലേക്കുള്ള ടേസ്റ്റ് കൂടുതലും അറിയുന്നത് അതിൽ നിന്ന് വരുന്ന ശുക്ലത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ദ്രവത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഈ വരുന്ന ശുക്ലത്തിൻ്റെ ടേസ്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്താവും, നിങ്ങളുടെ ലിംഗത്തിൻ്റെ ടേസ്റ്റ് ടോട്ടലി ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് പറയാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെളുത്തുള്ളി, സവോള, ഇലക്കറികൾ, ക്യാബേജ്, ബ്രോക്കോളി, ഇറച്ചി, പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ബിറ്റർ ടേസ്റ്റ് വരാനാണ് ചാൻസ് കൂടുതൽ. അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവും. അതുപോലെ കറുവപ്പട്ട, നട്ട്മഗ്, അതുപോലെ പപ്പായ, പൈനാപ്പിൾ, ഓറഞ്ച് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ളവരാണ് നിങ്ങളുടെ അതേപോലെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശുക്ലത്തിൻ്റെ ടേസ്റ്റ് ലൈറ്റായിട്ടൊരു സ്വീറ്റ് ഉണ്ടാവും. അതിൻ്റെ അതേ ഫ്ലേവർ കിട്ടുന്നല്ല കേട്ടോ. അപ്പോൾ കപ്പ് കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നുമല്ല. അതായത് ഷുഗർ കണ്ട് കൂടുതലുള്ള ഈ ഫുഡുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൂട്ടുമല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ ശുക്ലത്തിൽ അതിൻ്റെ ഷുഗറിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഷുഗറി ടേസ്റ്റ് ഫീൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഈ ഫുഡുകളൊക്കെ നിങ്ങളുടെ നാച്ചുറലായിട്ടുള്ള ശുക്ലത്തിൻ്റെ ആൽക്കലൈൻ ലെവൽ കട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ മദ്യപിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് സ്വെറ്റ് ഉണ്ടാകുകയും ഇപ്പോൾ സ്വകാര്യ ഭാഗത്തൊക്കെ ഭയങ്കരധികം സ്വെറ്റ് ഉണ്ടാക്കി അവിടെ സ്മെല്ലി ആവുകയും ഒരു ബാഡ് ടേസ്റ്റ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പുകവലിക്കുന്നവർക്കും ഇതും അവിടെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാക്കാനും ശരീരത്തിലെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാക്കാനും ഒക്കെ കാരണമാവുന്നുണ്ട്. ശരിക്കും ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രയേ ഉള്ളൂ, ഹൈജീനിക് ആയിരിക്കുക. വളരെ വൃത്തിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു തരത്തിലുള്ള ഡേർട്ട് ഉണ്ടാവില്ല, സ്മെല്ല് ഉണ്ടാവില്ല, സ്കിൻ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.